ഗായ്സ് ഒരു 2012 അതായത് പഴയ മോഡൽ BMW കാറിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടാന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഫൈനൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തരാം. കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ പെയിന്റിങ്ങും കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയതിന് ശേഷം നമ്മൾ ഇന്റീരിയറിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സ്പോർട്ടി അല്ല, ഇത്തിരി ലക്ഷറി ഫീലിലേക്ക് നമ്മൾ ഈ ഒരു ലെതറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തത്. അതിന് പുറമെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം വീഡിയോ ചെയ്താൽ മതി. ഈ സംഭവം നമുക്ക് തന്ന ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് പഴയ BMW എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കയറ്റിയെന്ന്. സ്റ്റിയറിംഗ് മാത്രമല്ല, നമ്മൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് വർക്കും കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇതിൽ ബോറായിട്ടുള്ള ഒരു കേസാണ് ഇതിന്റെ ഈ AC-യുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലുക്കിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബോറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സംഭവം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇത്രയും രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ കയറ്റുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു തൃപ്തി വന്നില്ല എന്നൊക്കെ പറയില്ല. അത്തരത്തിൽ എനിക്ക് തീരെ തൃപ്തിയില്ലാത്ത കാരണം നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് കയറ്റിയ സെയിം ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വലിയ ഒരു ഷോറൂം ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇവരാണെന്ന് തോന്നുന്നു എനിക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീം ഇത്തരത്തിലുള്ള ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടികളിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ പറയാം. കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി കോഴിക്കോട് NH-ന്റെ സൈഡിലാണ് ഇത്രയും വലിയ ഒരു സ്ഥാപനം ശരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ കാണാം ഇതാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സെലിബ്രേറ്റഡ് ആണ്. സെലിബ്രേറ്റിനെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ പുറത്തത്തെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കോസ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. അതിനു മുമ്പ് ഈ ഒരു സംഭവം എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് ലക്ഷറി കാറുകളൊക്കെ ശരിക്കും സർവീസിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയം ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഒരു ഉറപ്പോട് കൂടി ചെയ്യാൻ പറഞ്ഞ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോപ്പാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോണതും കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നിങ്ങളുടെയാണ് ഈ ഒരു സ്ഥാപനം അല്ലേ? ഓക്കെ, എല്ലാവരും കൂടെ ഒരു അടിപൊളി സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഇപ്പൊ ഇവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ ഇതും അതേപോലെ തന്നെ ഞാൻ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 5 സ്റ്റാർ ആണ് എല്ലാവരും ഇട്ടേക്കണത്. ഏകദേശം ഒരു 40-50 പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററിന്റെ വിലയുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. സെറ്റാക്കി തരില്ലേ? ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റുകളൊന്ന് കാണിച്ചാലോ? ഓക്കെ, ഇതാണ് നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ ആണ്. അതെ, മീറ്റർ കൺസോൾ ആണ്. ഇങ്ങനെ കാണുമ്പോ ഒരു ഇതില്ലെങ്കിലും ഇട്ട് കഴിയുമ്പോൾ വേറെ തന്നെ ഒരു മൂഡാണ്. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റുകയാണ്. നമ്മളത് മാറ്റിയിട്ട് ഡിജിറ്റലിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഡൗട്ട്, എന്തെങ്കിലും വേരിയേഷൻസ് വരും സ്പീഡിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ BMW വരുന്ന സെയിം മീറ്റർ കൺസോൾ ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ലേ, അതായത് AC-യുടെ ഒരു ഭാഗം. അതായത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മുടെ നിലവിൽ AC-യുടെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു തരത്തിലാണ് കിടക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി പോകാനുള്ള സ്ക്രീൻ. അതെ, ഫുൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൺട്രോളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ടച്ച് ചെയ്തിട്ട് സ്ക്രീൻ ഉണ്ടാവും. എല്ലാം അടിപൊളിയാവും. വേറെ ലെവലാവും. കാണുമ്പോൾ ഒരു പുതിയ എല്ലാവരും കൂടുതലും എക്സ്റ്റീരിയർ മാത്രമാണല്ലോ ചെയ്യുന്നത്. നമുക്ക് ഇന്റീരിയറും കൂടി നല്ലൊരു മോഡിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ എല്ലാ വർക്കും ചെയ്യേണ്ടത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷറി കാറുകളുടെ കിറ്റ്, അലോയ് വീല്, A to Z കാര്യങ്ങൾ നിങ്ങളുണ്ട്. അതുണ്ടാ സെറാമിക് പരിപാടികളുണ്ട്. സെറാമിക്കും പരിപാടി എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സൂപ്പർ ബൈക്കിന്റെ വർക്ക്ഷോപ്പ് അപ്പുറത്ത് വർക്ക്ഷോപ്പ്. അപ്പൊ ഒരു കാറിനും ബൈക്കിനും വേണ്ടിയിട്ടുള്ള ഓളാണ് നിങ്ങളുടെ പ്ലാൻ. അതിന്റെ ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അൺസെറ്റപ്പ് ആണ്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ ശരിക്കും എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇതാണ് അടുത്ത ഓണർ അല്ലേ, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ആണ് പറയുന്നത്. ഇവരെല്ലാവരും ഒരു സ്റ്റാർട്ടപ്പാണ്. ഇതിലെനിക്ക് വേണ്ടൊരു സംഭവം, ഞാൻ തപ്പിട്ട് കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്നത് സ്പോയിലർ. അവസാനം ഒരു വള്ളി പോലത്തെ സംഭവം ഞാൻ മാറ്റിയിട്ട് പുതിയൊരു സ്പോയിലർ ചെയ്യാൻ പറ്റും. പെയിന്റിംഗിലാണ് അത് കഴിഞ്ഞ എല്ലാം കിട്ടില്ല. ഇവരൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ സംഭവങ്ങൾ വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്റെ അടുത്ത് വന്നോളാം പറഞ്ഞു. റെഡി സ്റ്റോക്ക് ആണ്, വലിയ ലാഗ് ഒന്നുമില്ല. 15-20 ദിവസം വണ്ടി ഉണ്ട്. ചില പാർട്സുകൾ മാക്സിമം ഒരു 15 days. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ എനിക്ക് വണ്ടി സെറ്റ് ആക്കി തരും. ഒരു മാക്സിമം 2 മണിക്കൂറിനുള്ളിൽ വണ്ടി സെറ്റ് ആവും. 2 മണിക്കൂർ മതി. ഹലോ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ 2 മണിക്കൂർ മതില്ലേ? കോഴിക്കോട് നമ്മുടെ സ്വന്തം ഏരിയ. നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എവിടെയാണ്? ഇത് നമ്മുടെ ഈ സ്ഥാപനം ശരിക്കും കോഴിക്കോട് എവിടെയായിട്ട് വരുന്നത്? ഇത് കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസിൽ തന്നെയാണല്ലോ. റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആൾക്കാർക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് നോക്കട്ടെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഇന്റീരിയറിനെ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി മറിക്കാൻ വേണ്ടി പോവാണ്. എന്താവും ഏതാവും അറിയില്ല. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം.
ഗൈസ് 2018 320 അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ശരിക്കും ഇരിക്കുന്നത്. എന്ത് രസമാണ് ശരിക്കും ഈ ഒരു വണ്ടി. ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ മാറ്റിയിട്ട് വേറെ ലെവലാക്കാൻ വേണ്ടി വെച്ചിരിക്കണ വണ്ടിയാണ് കേട്ടോ. കിറ്റൊക്കെ വെച്ചിട്ട് GT ആണ് ഇപ്പൊ നിങ്ങളെ കണ്ടോണ്ടിരിക്കണത്. എൻ്റെ മോനെ അപ്പൊ നമ്മള് ആ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, സോറി 10 മിനിറ്റ് അല്ല 2 മണിക്കൂർ ഉണ്ടല്ലോ, ആ 2 മണിക്കൂർ ഗ്യാപ്പിൽ പുള്ളിയുടെ വർക്ക്ഷോപ്പ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ വർക്ക്ഷോപ്പ് എന്ന് വിചാരിച്ചിട്ടാ. അവിടെ ബാക്കിലുണ്ടല്ലോ. ഇതാണെന്നുകൊണ്ട് ഇത്തിരി കൂടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ആണ്. ഇതിപ്പോ എത്ര വർഷമുണ്ട്? 11 വർഷം. കോഴിക്കോട് ടൗൺ തന്നെയല്ലേ ഇത്? എന്റെ പൊന്നി, ഇത് ഏകദേശം ഒരു ഏക്കറിന് അടുത്തുണ്ടെന്നുണ്ടല്ലേ? അത്ര അധികം വണ്ടികളാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ ഇത്ര വലിയ സെറ്റപ്പ് അത് സത്യമായിട്ടും വർക്ക്ഷോപ്പിന്റെ ഇല്ലേ കുറെ വണ്ടികളുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറെ ലക്ഷറി കാറുകളാണ് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണ്ടത്തെ കോണ്ടസം മുതൽ ഒരുപാട് വാഹനങ്ങളാണ് ശരിക്കും സർവീസിന് വന്നോണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലേ, എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ യൂസ്ഡ് പാർട്സ് ഒക്കെ എടുത്തു കൊടുക്കും. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ കണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോറൊന്നും അഴിക്കാണ്ട് തന്നെ ബെൻഡൊക്കെ തീർത്ത് കൊടുക്കുന്നില്ല. അതായത് അത്ര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പെയിന്റിങ്ങിന്റെ ഒരു ബൂത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ തന്നെയാണ് ശരിക്കും എല്ലാ വണ്ടികളും മെയിൻ ചെയ്യണത്. ഇവിടെ തന്നെയാണ് എല്ലാ വണ്ടികളും ബോഡി ഷോപ്പ് 2 സ്ഥലത്തുണ്ട്. ഓക്കെ, ഇതിപ്പോ അവര് ബെൻഡ് തീർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവിധ മെഷീനറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ, കണ്ടില്ലേ? അതായത് ഡോർ അഴിക്കാണ്ടാണ് ഇതുമത്തെ ബെൻഡ് തീർത്ത് ഇവര് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോണത്. അത്തരത്തിലുള്ള ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം സെറ്റപ്പ് ആ കാണോ, ഡൈനസോൾ. ഓക്കെ, അതേപോലെ തന്നെ ഇത് കിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇത് ഏത് ഇയർ ശരിക്കും? ഓ, സ്റ്റിയറിംഗ് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ? ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ മാറ്റിയെടുക്കും, ക്ലസ്റ്റർ മാറും, എല്ലാ പരിപാടിയും. ഓ, അത്തരത്തില് പണിയാൻ വേണ്ടി കയറ്റിക്കണാണ് കേട്ടോ. ഇതിപ്പോ പെയിന്റ് ചെയ്യണില്ലേ നമ്മള്? പെയിന്റ് ചെയ്യുന്നുണ്ടോ? ഫുൾ ബോഡി പെയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്പോയിലർ ഒന്ന് കാണിച്ചാൽ കൊടുത്താലോ? ഇവിടെ ഇപ്പോ നല്ല രീതിയിൽ സൗണ്ടാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ നിറച്ച് സ്റ്റാഫാണല്ലേ? എത്ര സ്റ്റാഫുകളുണ്ട് ഇപ്പോൾ? ടോട്ടല് അത്യാവശ്യം 33 പേരുണ്ട്. ഓ, അപ്പൊ അത്ര അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സർവീസ് സെന്ററാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല പെയിന്റിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ കയറ്റാൻ വേണ്ടി പോകുന്ന സ്പോയിലർ. ഇത് കിട്ടണ വരെയാണ് നമ്മൾ തൽക്കാലത്തേക്ക് മറ്റേ നമ്മൾ ചെയ്തതല്ലേ. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒരുപാട് പേര് നമ്മൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു ബ്രോ. ഈ സംഭവം ഇത്ര ദൂരം വരുന്നോ ഇതൊന്ന് കിട്ടാൻ വേണ്ടി. ഇതാണ് നമ്മുടെ വണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള സ്പോയിലർ ആയിട്ട് ഇവര് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ഒരു അരമണിക്കൂർ കൂടി ആവില്ല. ഇത് പറഞ്ഞ പോലെ തന്നെ പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും പോസ്റ്റ് ഇതിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലത്തെ നല്ല സർവീസ് സെന്ററുകളൊക്കെ തപ്പി നടക്കാറുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റ് പോലത്തെ കേസുകളൊക്കെ നിങ്ങൾ എല്ലാം പണിത് റെഡിയാക്കി മോഡിഫൈ ചെയ്ത് തരും. എന്റെ പൊന്ന് ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു കേട്ടോ. സമയം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. പക്ഷെ വർക്ക് കഴിഞ്ഞിട്ട് കുറെ നേരമായി. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്പോയിലർ കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം നമ്മൾ പറിച്ചു കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പോയിലർ ഓൺ ചെയ്യാണ്. നമ്മൾ എലീനക്ക് കൊടുക്കാത്ത പണിയൊന്നുമില്ല. എത്ര 1 മണിക്കൂർ മുമ്പ് പാവം പോയതാണ്. അപ്പൊ അത് വരാനായിട്ട് മുമ്പ് നമ്മുടെ വർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ബ്രോ? ഇതൊരു ജാതി പറക്കുന്നില്ല എനിക്ക് പറഞ്ഞ പോലെ പോയില്ലല്ലോ. അടിപൊളിയായില്ലേ ലൈറ്റ് കാര്യങ്ങളൊക്കെ? ഇതിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഞാൻ റീപ്ലേസ് ചെയ്താൽ മതി. അതായത് ഈ AC വെന്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രമാണ് ശരിക്കും നമുക്ക് ഇന്റീരിയറിൽ ചെയ്യാനുള്ളത് അല്ലേ. എന്തായാലും വേറെ തന്നവര് ശരിക്കും വേറെ ഏതോ വണ്ടിയായി ബ്രോ. ഇതെന്തൊരു സംഭവം, വലിയൊരു ഡിസ്പ്ലേ അല്ലേ? ഡിസ്പ്ലേ മാറി. ഇതിൽ നമുക്ക് മോഡുകളൊക്കെ മാറ്റാം. ചേഞ്ച് ചെയ്യാം. ഓ, സ്പോർട്സ് അതേപോലെ തന്നെ എല്ലാ മോഡലും ഉണ്ടല്ലേ? വേറെ ലെവലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചെടുത്ത് വണ്ടി ഒന്ന് ഓഫ് ചെയ്തേ. വണ്ടി ഓഫ് ചെയ്യണ സമയത്ത് കണ്ടില്ലേ ബ്രാൻഡ് ന്യൂ BMW, അതായത് 2023 വരുന്ന ആ ഒരു ലെവലിലേക്ക് മാറി. കുറച്ച് കൺട്രോൾസും കൂടെ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ഇനിയിപ്പോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ലേ. ജസ്റ്റ് ഒന്ന് ഓണാക്കി അതൊന്ന് കാണിച്ചു കൊടുക്കണേ. ഇത്തരത്തിലായിരിക്കും നമ്മുടെ വണ്ടി ഓൺ ആയിട്ട് വരുമ്പോഴുള്ള ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് കേട്ടോ. നിലവിൽ ഇത് സ്പോർട്ടിലാണ് കിടക്കുന്നത്. ഇത് ഒന്നും കൂടി ടെക്നോളജിയിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാവില്ല. ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കാണാനായിട്ടുള്ളത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റായി. പക്ഷേ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഒരു സ്പോർട്ടി ലുക്ക് എന്ന് പറയാൻ മാത്രം സംഭവം സീരീസിന്റെ ആണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്ക് ഇല്ല. നോർമലി RPM മീറ്റർ ഒക്കെ വരുന്ന മോഡൽസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം വരുന്നുണ്ടല്ലേ? 1.5 ലക്ഷത്തിന് മേലെ വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററിനാച്ചാലും സ്റ്റിയറിംഗിനാച്ചാലും ക്ലൈമറ്റ് കൺട്രോളിനാച്ചാലും വേറെ ലെവൽ കളക്ഷൻ ആണ്. അത്തരത്തിലുള്ള കളക്ഷനിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാ ടർ സാധനമല്ലേ, ഫുള്ള് കാർബൺ ഫൈബർ ഒക്കെ ആയിട്ട് ഇത് നൈസ് സാധനമായിട്ടുണ്ട് കേട്ടോ.
ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കുറച്ച് ഹെവി ആണല്ലേ, പറഞ്ഞ പോലെ തന്നെ. ഓ എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ എയർ ബാഗിന്റെ ഇഷ്യൂ അങ്ങനെ വരും? നമുക്ക് ഒറിജിനൽ ഈ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഫൈബറിന്റെ ഡിപ്പിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് കേട്ടോ, വേറെ ലെവലിൽ എന്ന് വേണമെങ്കിൽ പറയാം. കൺട്രോൾസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇത്തരത്തിലാണ് ശരിക്കും ഈ സ്റ്റിയറിംഗിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കാണാം. ഈ ഒരു സംഭവം മൊത്തത്തിൽ തന്നെ മാറി. ഇതിന് ഇത്തിരി കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു 1,00,000 മേലെ വില വരുന്നുണ്ടല്ലോ, ഏകദേശം ഒരു 15 ദിവസം. ഇതിപ്പോ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് കയറ്റും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ കേട്ടോ. അതായത് ഇതാണോ അതാണോ ബെറ്റർ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൂടെ നമ്മൾ മാറ്റും. ഇതിന് പുറമെ ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററിൽ ഇനി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടല്ലേ? ഈ മീറ്റർ കൺസോളിൽ ഇപ്പൊ നമ്മൾക്ക് മുമ്പ് ഫ്യൂവലിന്റെ ഭാഗങ്ങള് അതായത് നമ്മൾ ആ ഒരു മീറ്ററിൽ ലാസ്റ്റ് ഉണ്ടാകുന്ന അതേ ടാങ്ക് റേഞ്ച് ഇതിലും കാണിക്കണം. ഇനിയിപ്പോ സർവീസ് എന്തെങ്കിലും എറർ ഒക്കെ കാണിക്കും. നമ്മൾ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് റിട്ടേൺ അടിച്ചാൽ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നമ്മളിപ്പോ ഡോറ് തുറന്നിട്ട് അതിന്റെ വാണിംഗ് വരെ ശരിക്കും ഇതിൽ കാണാനായിട്ട് പറ്റൂട്ടോ. അതിന് പുറമെ നമ്മുടെ വണ്ടി ഏതാണോ ആ ഒരു മോഡലിലേക്ക് നമുക്ക് ഇതിന്റെ തീം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോറ് തുറന്നതിന്റെയാണ്. ഇപ്പൊ നമ്മളിത് ഡോർ അടച്ചപ്പോ നമ്മുടെ മഞ്ഞ കളർ കാറ്, പക്ഷെ ഇത് F33 ആണ്. നമുക്ക് നമ്മളെ മോഡലില് ഈ ഒരു കളർ ഇല്ല. അപ്പൊ മഞ്ഞ കളർ കണ്ട കാറ് നമ്മൾ ശരിക്കും സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇതൊക്കെ ശരിക്കും അതിൽ വന്നിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. സ്പോർട്സ് മോഡലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ഔട്ടാ. ഒരു റെഡ് കളറിലാണ് ഇപ്പോഴത്തെ ഒരു തീം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് തീമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഡിസ്പ്ലേകളുടെ കളി എന്ന് വേണമെങ്കിൽ പറയാല്ലേ. 1, 2, 3 ഡിസ്പ്ലേ ആണ്. ഇനിയിപ്പോ രാത്രി പറക്കുന്നില്ല പോലെ ഈശ്വര ഉള്ളിലിരിക്കുന്ന ആൾക്കാർ എന്തായാലും പുറത്ത് കാണാൻ തോന്നുന്നു ഇതിന്റെ വെളിച്ചം കാരണം. അപ്പൊ ഇതില് ഉപകാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ സ്വിച്ചസ് ഒക്കെ പോയി. ആ സെയിം സ്വിച്ചസ് ഒക്കെ പക്ഷെ നമുക്ക് അടിയിലുണ്ട്. അതിന് പുറമെ നമുക്ക് ഇത് ടച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുള്ള സംഭവമാണ്. അതായത് ഞാനിതിപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതിന്റെ ഫംഗ്ഷൻസ് കറക്റ്റ് വർക്ക് ചെയ്യില്ലാന്ന്. പക്ഷെ അതെ അല്ലെ, നമ്മുടെ കറക്റ്റ് ആയിട്ട് എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നത്. ചില കേസിൽ നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞാൽ കാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. അതെ അല്ലെ, അതുകൊണ്ടാണല്ലേ ആരും ഇത് ചെയ്യാത്തത്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ റൈറ്റ് ഹാൻഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു. നോർമലി ഇത് വരുമ്പോ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടാണ് ശരിക്കും സെറ്റിംഗ്സ് വരല്ലേ. ഓ, അതാണ് നമ്മൾ അവിടത്തെ AC ഇതാക്കുമ്പോൾ ഇവിടുത്തെ AC വർക്ക് ചെയ്യണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മോഡുകളും മാറ്റണമെങ്കിൽ മാറ്റാം. നമുക്ക് ഇതിലേക്കാണ് മാറ്റല്ല. അതേപോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോൾ നമ്മൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ കൺട്രോൾ ചെയ്യട്ടെ. ജസ്റ്റ് ഈ FM ഒന്ന് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് വന്നു. അതേപോലെ തന്നെ മെയിൻ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് മാറി. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചെറുതും എല്ലാ മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ആ ചെറിയ സാധനമാണ് സെറ്റ് ചെയ്യാം. ഇതിപ്പോ എന്താ ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് സൈസ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് വൈബ്രേഷൻസ് വരും. മീൻസ് നമ്മളൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോഴേ ഇത്തിരി കൂടെ ഹെവി ആയി കാരണമാണെന്ന് തോന്നുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗിയർ നോബ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് ആക്ച്വലി ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിലത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ മാറി. ഇനിയിപ്പോ AC വെന്റ്സ് അതേപോലെ തന്നെ അടുത്ത ആഴ്ച പുള്ളി നമ്മുടെ ഹെഡ്ലൈറ്റ് കൺട്രോളർ യൂണിറ്റ് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് ലൈറ്റോട് കൊടുക്കും. എല്ലാരും പറയാൻ മാറ്റി കൊടുത്തേ. എല്ലാം നമുക്ക് സെറ്റ് ആക്കാം. എല്ലാവരും കമന്റ് ഇടാൻ നമുക്ക് മാറ്റാം. എനിക്ക് ഇത്ര അധികം പണി കൊടുത്ത ഒരേ ഒരു വ്യക്തി ഞാനാവില്ലേ ഗായ്സ്. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആഴ്ചയായിട്ടുണ്ടാകുന്നുണ്ടോ. ഞാനപ്പോ ഇതെന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാന്ന് കരുതി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ കൺസോൾ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മാറി. സ്റ്റിയറിംഗും മീറ്റർ കൺസോളും മാറിയപ്പോൾ തന്നെ പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ചെറുതാക്കണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സൈസാണ് ശരിക്കും. AC കൺട്രോൾസ് ആദ്യം കുറച്ച് പ്രശ്നമാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത്. അതിന് ശേഷം വേറെ ഒറ്റ പ്രശ്നമില്ല. നമുക്ക് സിമ്പിളായിട്ട് ടച്ച് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തീം മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡിനനുസരിച്ച് തീം മാറ്റാൻ അത്തരത്തിൽ ഇതിനും കൂടെ അഡ്വാൻസ്ഡ് ആയി. നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ ഈ ഒരു കൺസോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും AC-യുടെ. എന്തായാലും വേറെ ഉപയോഗിച്ചിട്ട് വേറെ ഇതുവരെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ സ്പോയിലറും കൂടെ കാണിക്കട്ടെ. ഏകദേശം 9,000 സംതിങ്, എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് കിട്ടിയിട്ടില്ല. ആ ഒരു റേഞ്ചിലാവണം ശരിക്കും സ്പോയിലറിന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ടപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ നൈസായിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, വല്ലാത്തൊരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഭംഗിയാണ് ശരിക്കും ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ റൈഡിംഗ് മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മോഡുകൾ ചേഞ്ച് ആവും. നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ആ ഒരു
മോഡിലുള്ള, അതായത് ആ ഒരു മുമ്പത്തെ മീറ്റർ കൺസോളിലുള്ള എല്ലാ മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിന് പുറമെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീം തന്നെ ഈ ഒരു വണ്ടിയുടെ പലതരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മീറ്ററിന്റെ മാത്രം ജസ്റ്റ് ഓഫ് ആക്കുന്ന സമയത്തൊക്കെ ഉണ്ടില്ല, ഇത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ മോഡിഫിക്കേഷന്റെ അവസാനത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പോയിലർ ഇതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്കിൽ ഇത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെറിയൊരു ലിപ്പ് എന്നൊക്കെ പറയും ശരിക്കും ഈ ഒരു സ്പോയിലറിന്. അപ്പോൾ ഒരുപാട് തപ്പിട്ടാണ് 520Dക്ക് പറ്റിയിട്ടുള്ള ഒരു സ്പോയിലർ നമ്മൾ സെറ്റ് ചെയ്തത്. എന്തായാലും ചെറിയ തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എം സ്പോർട്ടിന്റെ ആ ഒരു തരത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു 2014 വണ്ടീനെ മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അല്ലറ ചില്ലറ സ്വിച്ചസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൂടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വേറെ ലെവലായിട്ടുണ്ട്. ഏകദേശം 17 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടണം. ഇത്ര ലുക്കിൽ ഇറക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി അതേപോലെ തന്നെ 320D അങ്ങനത്തെ കുറച്ച് വണ്ടികളുള്ളതെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ മോഡിഫിക്കേഷന് ശേഷമുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം ചെയ്ത് പെയിന്റിംഗ് ആയിരുന്നു, പിന്നെ കിറ്റ് കയറ്റി, അതിന് ശേഷം നമ്മൾ സീറ്റ് കവർ അടിച്ചു, അതിന് ശേഷം നമ്മൾ ബാക്കി ഈ മീറ്റർ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മാറി. അപ്പൊ ഇതിന്റെ മീറ്ററും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ AC കൺസോൾ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോഫോർഡ് എന്ന് പറഞ്ഞുള്ള ഒരു ടീമിന്റെ അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളുടെ ഇത്തരത്തിലുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ഇന്റീരിയർ മാറ്റിയത്, അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലേക്ക് മാറ്റാൻ സഹായിച്ചത് കംപ്ലീറ്റ്ലി അവരാണ്. അപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കൺവേർഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴ്ത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സർവീസാണ് കേട്ടോ. അവരുടെ പെരുമാറ്റം നമ്മുടെ കോഴിക്കോടുള്ള ആ ഒരു ഷോപ്പിലത്തെ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ താഴ്ത്തിട്ടുണ്ട്. ആഫ്റ്റർ സർവീസ് ആണെങ്കിലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഏകദേശം 3 മണിക്കൂറിനുള്ള വണ്ടി പണി തന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. എല്ലാവരും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആക്സറീസ് ഒക്കെ ബെസ്റ്റ് പ്രൈസിന് കിട്ടും. ബെസ്റ്റ് പ്രൈസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നിലവിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിലാണ്.